സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് മോഹൻലാലിന്റെ ഒരു വൈറൽ ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ വൈറൽ ഡെസേർട്ട് എന്ത് വെച്ചിട്ടാണെന്നല്ലേ, അപ്പോൾ നമുക്ക് ഏത്തപ്പഴവും റമ്മും 2-3 ഐറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഈ റമ്മ് കിട്ടിയാൽ നമുക്ക് അത് വെച്ച് ഉണ്ടാക്കാം അല്ലേ. റമ്മ് തന്നെ നമുക്ക് വേണമെന്നില്ല, റമ്മ് പോലത്തെ ഏതെങ്കിലും ഒരു ബ്രാൻഡിലുള്ളത് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാ. ഈ ഒരു വർഷം ഞാനിവിടെ വെച്ചോണ്ടിരിക്കണ്ടേ ചേട്ടാ. സോറി ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ റമ്മൊക്കെ എടുക്കുകയാണ് കേട്ടോ. റമ്മാണ് അത് ഏതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഒന്ന് എടുക്കുവാണ്, ഞാനൊന്ന് പരീക്ഷിക്കുകയാണ് കേട്ടോ. ബാക്കി ഇവിടെ തന്നെ വെച്ചേക്കാമേ. നമുക്കിത് എടുക്കാം. കണ്ടണേ, എന്ത് പറയുമോന്ന് അറിയത്തില്ല. പറഞ്ഞിരിക്കുകയാണ് ഇത് എടുക്കരുത്, തൊടരുത്, പൊട്ടിക്കരുത്, കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ അലമാരയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും അതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. Come on. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. പൊട്ടിച്ചിട്ടില്ല. മോഹൻലാൽ ഈ റമ്മ കൂടി ഒഴിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഡെസേർട്ടിൽ. പക്ഷേങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും ഇപ്പൊ ഭാര്യമാർ ഈ സാധനം ഉണ്ടാക്കണമെന്ന് മനസ്സിലായതിനു ശേഷം ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിന് വീട്ടിൽ നിന്ന് പോകുന്ന കാര്യം ഭാര്യമാർ ഇപ്പൊ ഇതൊക്കെയാണ് പരിപാടി വീട്ടിൽ. അപ്പോൾ ഇത് നമുക്ക് വേണം. പിന്നെ കുറച്ച് പഴം വേണം. ഏത്തപ്പഴമാണ്, ഏത്തപ്പഴം ഇതുമാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാമേ. നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ആ പഴം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തീ ഒന്ന് കുറച്ച് കൊടുക്കണേ. അപ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചും കൂടി നമുക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് പഴം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ഓഫ് ചെയ്യാം. നമുക്കിനി പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ വെറുതെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി റമ്മൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതിനകത്ത് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഐസ്ക്രീമും കൂടെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്കിതിലോട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇവിടെ കൊതി നോക്കിയിരിക്കുകയാണ് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ അവർക്ക് കൂടെ കൊടുത്തു നോക്കാം. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ് കേട്ടോ. റമ്മിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല.